എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? സാർ അവിടെ വേറെ ഇരിക്കുമല്ലോ, അതാര്? CPM പോലുള്ളൊരു പാർട്ടി അതിൻ്റെ ഒരു മതനിരപേക്ഷ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു സമുദായത്തെയോ സാമൂഹ്യ വിഭാഗത്തെയോ സാമുദായികമോ മതപരവുമായ വികാരം ഉണർത്തി തങ്ങളുടെ കൂടെ കൂട്ടാൻ നോക്കുന്നവരല്ല. ആ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമുക്കില്ല. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറഞ്ഞു? നമ്മുടെ ഒരു സമകാലീന ഒരു 10-30 വർഷക്കാലത്തെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അധികാരത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആരുമായി കൂട്ടുകൂടാൻ മടി കാണിക്കാത്തവരാണ് ഇവിടുത്തെ UDF-കാർ. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ഇടതുപക്ഷ വിരുദ്ധത. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെയും ഇടതുപക്ഷ വിരുദ്ധതയുടെയും അടിസ്ഥാനം എന്താണ്? അത് വർഗപരമായ ഒരു പ്രശ്നമാണ് അശ്മി. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ ഭൂപരിഷ്കരണം ഉൾപ്പെടെ നടപ്പാക്കി കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. മനുഷ്യരുടെ ഭൗതിക ജീവിതത്തെ അടക്കി ഭരിച്ചിരുന്ന ഇവിടുത്തെ പ്രമാണി വർഗങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി. ആ പ്രമാണി വർഗങ്ങളുടെ താല്പര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരാശയവും രാഷ്ട്രീയവുമാണ് UDF-ഉം BJP-യും ഇവിടെ ഇന്നും പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ, എതിർക്കാൻ ഏത് കൂട്ടുകെട്ടും ഉണ്ടാക്കും. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുഞ്ഞിക്കണ്ണമാഷി പറഞ്ഞത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പൊളിറ്റിക്കൽ വോട്ട് ചെയ്തു എന്നാണ് താങ്കൾ പറഞ്ഞത്. പക്ഷെ താങ്കളുടെ മറ്റ് സഹപ്രവർത്തകർ, സഹനേതാക്കൾ പറയുന്നത് അങ്ങനെയല്ല. ഓമനക്കുട്ടൻ അത് അത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷക്കുറവ്? സഹനേതാക്കൾ പറയുന്നത് നിങ്ങൾ അമ്പയെ പരാജയപ്പെടുമ്പോ, നിങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ടും ജയിക്കാൻ കഴിയാതെ വരുമ്പോ നിങ്ങൾ ആ ന്യൂനപക്ഷ വർഗീയതയുടെ തലയ്ക്ക് നിങ്ങളുടെ പരാജയം വെക്കലാണ്. മനുഷ്യനായ നാണം വേണേ. നോക്കൂ, മെക്സവൻ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ, ആ P. മോഹൻ എന്ന് പ്രസംഗിക്കുകയാണ് അവിടെ. എന്താണ് മതരാഷ്ട്രവാദികളുടെ ഒളിഞ്ഞുകയറ്റം, ജമാഅത്തെ ഇസ്ലാമി, SDPI വണ്ണാങ്കട്ട. എന്നിട്ട് പിന്നെ തിരുത്തുന്നു. തിരുത്തേണ്ട കാര്യമുണ്ടോ കുഞ്ഞിക്കണ്ണ മാഷെ? അവിടുത്തെ എന്താണ് വലതുപക്ഷ സൈബർ ഹാൻഡിലുകൾ കേരളം എന്താ ഭീകരവാദികളുടെ നഴ്സറി എന്ന് പറയാനുള്ള ആയുധം ഒന്നാന്തരമായത് വിട്ടുകൊടുത്തു P. മോഹൻ മെക്സവനിൽ. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. രണ്ടാമത്തായത് വിട്ടുകൊടുത്തു വിജയരാഘവൻ. എന്ത് പറഞ്ഞുകൊണ്ട്? രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയും ജയിപ്പിച്ചു വിട്ടത് ആരാ? ന്യൂനപക്ഷ ശക്തികൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയവാദികൾ. അവിടെ ന്യൂനപക്ഷ സൈബർ ഹാൻഡിലുകൾക്ക് കൊയ്ത്തുകാലമാ. ആരാ കൊടുക്കുന്നേ? CPM നേതാക്കൾ. അഭിമാനം വേണം, അഭിമാനം. ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തരപ്പായിരിക്കില്ല. വർഗീയവാദികൾ എന്നല്ല വിളിക്കേണ്ടത്, വിഷരാഘവൻ എന്നാണ് വിളിക്കേണ്ടത്. കാരണം എത്രത്തോളം വിഷലിപ്തമായിട്ടുള്ള മുദ്രാവാക്യമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ചത്. എന്തൊരു കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന KT കുഞ്ഞിക്കണ്ണൻ പറയാൻ പറ്റുമോ പ്രിയങ്ക ഗാന്ധിയുടെ പ്രകടനത്തിന്റെ മുന്നിലും പിന്നിലും ആരായിരുന്നു എന്നാണ് വിജയരാഘവൻ ഉദ്ദേശിച്ചത്? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകാഞ്ഞിട്ടാണെങ്കിൽ താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയാൻ പറ്റുമോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ആരാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രകടനത്തിന്റെ മുന്നിലും പിന്നിലും ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഏത് പതാകയാണ് നിങ്ങൾ കണ്ടത്? ഏത് പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ കണ്ടത്? നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയണ്ടേ? താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? ഇത് തന്നെയാണ് അമിത്ഷാ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ, രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോഴൊക്കെ പാകിസ്ഥാൻ പതാകകളുമായിട്ട് തീവ്രവാദികൾ നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. ലോകത്തെവിടെയെങ്കിലും കേട്ടുണ്ടോ? അതിന്റെ ശരിയും തെറ്റും ഒക്കെ കേരളത്തിൽ ചർച്ച ചെയ്തപ്പോൾ CPM അന്നെടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു എന്നൊക്കെ ഇവർ ഓർക്കുന്നതല്ല. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇത് വിജയരാഘവന്റെ ഒറ്റപ്പെട്ട ഒരു പരാമർശമായിട്ട് മാത്രം മാറ്റിവെക്കാൻ പറ്റില്ല. ഈ ചർച്ചയിൽ പോലും കൃത്യമായിട്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന KT കുഞ്ഞിക്കണ്ണനെ പോലുള്ള ആളുകൾ മുൻകാല ചരിത്രം കൂടി പരിശോധിക്കണം. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് വന്നൊരു നാക്കുപിഴയായിട്ടൊന്നും നമ്മൾ കാണണ്ട. CPM-ന്റെ പ്രഖ്യാപിത നിലപാടാണെന്നേ. എന്റെ ആകെ നാറും. കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കേരളത്തിലെ പോലീസിന് കഴിയാഞ്ഞിട്ടല്ല. അത് കണ്ടെത്തിയാൽ CPM-ന്റെ ഉന്നത നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുള്ള CPM-ന്റെ സഖാക്കന്മാർ പ്രതിയേർക്കപ്പെട്ട് അകത്ത് പോകുമെന്നുള്ളത് കൊണ്ടാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞോട് ഇതൊന്നും ജിൻഡോ ഇതിൽ എന്റെ പോയിന്റ് എന്താണ്? എന്റെ പോയിന്റ് അസുഖം കളഞ്ഞല്ലോ. CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഏതെങ്കിലും പ്രസ്താവന നടത്തിക്കണ്ടോ? ഇല്ല. അവർ ന്യൂനപക്ഷ സംരക്ഷകരായിരുന്നു. അവർ പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മാസ് ഡയലോഗ് ഇട്ട് പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയായിരുന്നു, അല്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അവർ ഈ പറയുന്ന പലസ്തീൻ കോസിനൊപ്പം നിന്ന് മലബാർ മേഖലയിലൊക്കെ എല്ലാ കവലകളിലും നടത്തി പ്രചരണം നടത്തിയ എന്താണ് ന്യൂനപക്ഷ സംരക്ഷകരും മുസ്ലിം ഇഷ്ടക്കാരുമല്ല ആയിരുന്നില്ലേ? അത് ശരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൗർഭാഗ്യവശാൽ അവരുടെ തന്ത്രം പരാജയപ്പെട്ടു. തന്ത്രം ഒന്ന് മാറ്റി, അത്രേ ഉള്ളൂ ഇക്കാര്യത്തിൽ. അതിന് ഇങ്ങനെ വിഷമിക്കണോ? അല്ല, അവർ അടവ് നയം മാറ്റാതിരിക്കുക, അത് അവരുടെ പാർട്ടിയുടെ പ്രശ്നമാണ്. പക്ഷെ കേരളം പോലെ മതേതരത്വത്തിന്റെ ഒരു പച്ചത്തുരുത്തായിട്ട് ഇരിക്കുന്ന സംസ്ഥാനത്ത് വിഷലിപ്തമായിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആളുകളെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നതിന് ഇതിനെ കേസെടുത്ത് പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ?
വേണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗ് ഇവർക്ക് വലിയ പലഹാരമായിരുന്നു. ഇവർക്ക് മുസ്ലിം ലീഗിനോട് പുന്നാരമായിരുന്നു. മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടത് പലതും കൊടുക്കാനുണ്ടെന്നൊക്കെയാണ് CPM-ന്റെ ഉന്നത നേതാക്കന്മാർ പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ അമ്പി കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിനില്ലാത്ത കുഴപ്പങ്ങളില്ല. മുൻപ് ഈ വിജയരാഘവൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പാണക്കാട്ട് തങ്ങൾ വടക്കോട്ട് പോയാൽ വർഗീയ കലാപം ഉണ്ടാവും, കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിലേക്ക് വർഗീയ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രസ്താവന, ഹിന്ദു പത്രത്തിൽ വന്ന വാർത്ത, ഇന്റർവ്യൂ എന്താ? അതിന് PR ഏജൻസി ആരുടെയായിരുന്നു? സംഘപരിവാർ ഏജൻസികളുമായി ബന്ധപ്പെട്ട PR ഏജൻസി നടത്തുന്ന അത്തരം വാർത്തകളെ തള്ളിപ്പറയാതെ, അത്തരം നിലപാടുകളെ തള്ളിപ്പറയാതെ CPM അതിനെ എൻഡോഴ്സ് ചെയ്യാണ്. നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോ. ഇപ്പോൾ പോലും വിജയരാഘവൻ എടുത്ത നിലപാട് തെറ്റായിരുന്നു എന്ന് CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് പറയുന്നുണ്ടോ? പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് വിജയരാഘവൻ. കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭ ബൈ ഇലക്ഷൻ സമയത്ത് പാലക്കാട് സിറാജും സുപ്രഭാതം പത്രത്തിൽ വാർത്ത കൊടുത്തതുപോലെ തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ആളുകളെ തരാതരം പോലെ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്ത് തമ്മിലടിപ്പിക്കാനുള്ള വർഗീയ അജണ്ടയാണ് ഇതിന്റെ പുറകിൽ. എന്നെ സംശയിക്കരുത്. കുറച്ച് ദിവസം മുമ്പല്ലേ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെക്സവന്റെ പുറകിലുള്ള വർഗീയ തീവ്രവാദികളുടെ സാന്നിധ്യം പരിശോധിക്കാൻ ഇറങ്ങിയത്? അവസാനം എന്താ സംഭവിച്ചത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയനാണ്. പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്ന പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ പോലീസിന് അന്വേഷിച്ച കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര ആഴത്തിലുള്ള തീവ്രവാദ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ, ഒന്ന് ആളി പടരട്ടെ. മെക്സവനുമായി ബന്ധപ്പെട്ട ആരോപണം നടത്തുന്നു. അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പല്ലേ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടക്കുന്നത്? ജോർജ് എം തോമസ് എന്ന് പറഞ്ഞ MLA ഉൾപ്പെടെ പിന്താങ്ങിയ ആ പ്രസ്താവന. അല്ല, ഞാൻ പറയട്ടെ. VS അച്യുതാനന്ദൻ പറഞ്ഞ അതേ വാചകങ്ങളാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. കേരളക്ക് ഏക് മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ബോല എന്നും പറഞ്ഞുകൊണ്ട് ബോലിക്കൊണ്ടിരുന്നത് ഇന്ത്യയിൽ മുഴുവൻ ഒരു പ്രചാരണം നടത്തുന്നില്ലേ? നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? സംഘപരിവാർ ഏജൻസികൾക്ക് ഈ രാജ്യം മുഴുവൻ പ്രചരണം നടത്താനുള്ള വഴിമരുന്നിട്ട് കൊടുത്തിട്ട് പിന്നീട് ഇവർ ഏതെങ്കിലും പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുകയോ CAA വിരുദ്ധ സമരം നടത്തിയാൽ ആര് വിശ്വസിക്കും? നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.